Hey all, welcome back to pre and post market analysis. ഇന്ന് നിഫ്റ്റി നമ്മൾ മൈബി ഒരു നല്ലൊരു മൂവ്മെന്റ് കാണുമായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ബെയറിഷ്നെസ് കാണിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും, ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. എന്നാൽ നിഫ്റ്റി ബാങ്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരുന്നു. ഒരു ഫ്ലാഗ് ആൻഡ് ബോൾ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് നമുക്ക് അപ്വേഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. എന്നാൽ ഇന്ന് നിഫ്റ്റി ലാസ്റ്റ് ഫൈനലി ക്ലോസ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു ബെയറിഷ് രീതിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. സോ ഇൻ എ വേ നമ്മുടെ വ്യൂ ടോട്ടലി മാറിയിട്ട് ബെയറിഷിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെയും കൂടെ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു കൺഫർമേഷൻ പറ്റുകയുള്ളൂ. സോ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇല്ല നാളെ എന്തായിരിക്കാം മാർക്കറ്റ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. റൈറ്റ്, സോ ഓൾമോസ്റ്റ് ലൈക്ക് നിഫ്റ്റി ഈ ഒരു സെഡൻസി ഇന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി ഇത് വന്ന് ഓക്കെ ഫൈൻ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തു, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇവിടുത്തെ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടിന്റെ ബേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തു മാർക്കറ്റ് മുന്നോട്ട് പോകുമായിരിക്കും എന്നുള്ളത്. ബട്ട് അത് നടന്നിട്ടില്ലായിരുന്നു. അവിടുന്ന് നേരെ തിരിഞ്ഞ് മാർക്കറ്റ് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ബെയറിഷ് വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സെഡൻ ലെവലിൽ നിന്ന് ബെയറിഷ് വ്യൂ. അപ്പൊ ഇവിടെയും ഷോർട്ട് ചെയ്തു, ബട്ട് അതും നമുക്ക് ഫേക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് മാറിയിട്ട് ഇപ്പോൾ റീടെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ എ വേ മാർക്കറ്റ് നമുക്കൊരു 1 അവറിലോട്ട് ഇത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഹെഡ് ആൻഡ് ഷോൾഡർ കാണാം അല്ലേ. സോ മാർക്കറ്റ് ഫോൾ ആകാനായിട്ട് ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 90,568 ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 120 പോയിന്റ്സ് പ്ലസ് നമുക്ക് കിട്ടാനായിട്ട് ഇല്ല പ്രോബബിലിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 100 പോയിന്റ്സ് പ്ലസ് നമുക്ക് കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ദെൻ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ടാർഗറ്റ് ആയിട്ടും ബേസിക്കലി നമുക്ക് കീപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഒരു സെർട്ടൻ ലെവൽ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ കൺഫേം ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ട് ഒരു ഇൻവെർട്ടർ ഫ്ലാഗ് ആൻഡ് ബോൾ ബട്ട് കണ്ടിന്യൂവേഷൻ ആയിട്ടില്ല അല്ലെ, കൺഫേം ചെയ്ത് താഴത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് ഇവിടെ. സോ ഈ ഒരു സെർട്ടൻ ലെവൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതിന് താഴത്തേക്കാണ് മാർക്കറ്റ് ഫോൾ അല്ലെ, ഫസ്റ്റ് ക്യാൻഡിൽ ഇതിലും താഴെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇവിടെ കീപ്പ് ചെയ്യാം. ദെൻ വാട്ട് അബൌട്ട് സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ടാർഗറ്റ് എന്ന ബേസിൽ നമുക്കൊന്ന് കീപ്പ് ചെയ്യുന്നതാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന ബേസിൽ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യുന്നതാണ്. It will be almost like let's be a little bit conservative. സോ അത് അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ഫോൾ ആണ് അത് കാണിക്കുന്നത് അല്ലെ. ഓൾമോസ്റ്റ് ലൈക്ക് 90,300 അത്രയും വരെ പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ ഫൈൻ, ഹിയർ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു റെസിസ്റ്റൻസ് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. സോ 90,400 വരെ പോകാനായിട്ട് എന്തായാലും ഒരു പ്രോബബിലിറ്റി കാണുന്നുണ്ട്. കമന്റ് ഡേയ്സിൽ നാളെ തന്നെ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വേറൊരു കാര്യം ആലോചിക്കേണ്ടതാണ്, നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് എന്നുള്ളതോടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. ദെൻ അബൌട്ട് നിഫ്റ്റി ബാങ്ക്, നാളെ ബുള്ളിഷ് വ്യൂ കറന്റ് എന്തായാലും കീപ്പ് ചെയ്ത് വെക്കണ്ട. ബാക്കി നാളെ ലൈവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സി ഹിയർ, ഇത് നാളെ നമ്മൾ ബെയറിഷ് വ്യൂ ആകുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോൺ ബ്രേക്ക് ഡൗൺ ചെയ്ത് തരുന്ന ടൈമിൽ ഇവിടെ നമുക്ക് ബെയറിഷ് വ്യൂ ആകുന്നതാണ്. ഇവിടെ നമുക്ക് ബെയറിഷ് വ്യൂ ആകാവുന്നതാണ്. ഈ നോൺ ട്രേഡിംഗ് സോൺ നമുക്ക് ഇനി വാലിഡ് അല്ല, ആക്ച്വലി അത് നേരത്തെയാണ്. റൈറ്റ്, ഇനി നമുക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു മൈനർ സപ്പോർട്ട് ആയിരിക്കും. ഫൈൻ, ഇത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഈ ബുള്ളിഷ് മാറി അല്ലേ. സോ നമുക്കിതൊരു ബ്രേക്ക് ഡൗൺ ഈ ഒരു സോണിൽ നിന്ന് താഴത്തേക്ക് തരികയാണെങ്കിൽ 45,658 ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടെയും കീപ്പ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് തന്നെ അല്ലേ, ഡീസന്റ് ടാർഗറ്റ് തന്നെ അല്ലേ. ഇത് ബ്രേക്ക് ഡൗൺ തരണം, അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 300 പോയിന്റ്സ് ഫോൾ ആകാനായിട്ടുള്ള ഒരു പ്രോബിലിറ്റി നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതും കഴിഞ്ഞ് വരികയാണെങ്കിൽ ഫൈനൽ ടാർഗറ്റ് ആയിട്ട് ലെറ്റ്സ് കീപ്പ് ഓവർ ഹിയർ. കൂടുതൽ താഴത്തേക്ക് ഇപ്പൊ പോകണ്ട, ഇതൊരു സോൺ ആണ്. ബട്ട് എന്നാലും കൂടുതൽ താഴത്തേക്ക് ഒരു 300 to 500 പോയിന്റ്സ് ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ലെവൽസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ ഈ ലെവൽസിന്റെ ഈ ചാർട്ട് തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നുണ്ടായിരിക്കും. ഓടിപ്പോയി അവിടെ നിന്ന് എല്ലാവരും ചെക്ക് ചെയ്തോളുക. ആ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇത് എന്റെ വ്യൂ ആണ്, ഇത് എന്റെ പെർസ്പെക്റ്റീവ് ആണ്. ആക്ച്വലി ലൈക്ക് ഈ മാർക്കറ്റ് നാളെ ഇങ്ങനെ ആയിരിക്കാം, നാളെ ബെയറിഷ് ആണെങ്കിൽ ഞാൻ എടുക്കാം. ലൈക്ക് അത്യാവശ്യം ഒരു മൊമെന്റ് നമുക്ക് അപ്പോഴേ കിട്ടുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗജിയുടെ ബേസിസ് പറയുന്ന എപ്പോഴും ഒരു കാര്യമുണ്ട്, എന്താണ് ഇൻഡീസസ് എല്ലാം മറ്റേ ടൈം ഒരുമിച്ച് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു മൊമെന്റം കിട്ടുക എന്നുള്ളത്. സോ നിഫ്റ്റി അതുപോലെ ഫോളോ ആകുന്നുണ്ട്. സോ ഇതും ഫോളോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊമെന്റം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ബോട്ടം ഫിഷിംഗ് ടോപ്പ് ഫിഷിംഗ് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ അതിനനുസരിച്ച് ലീവ് ചെയ്ത് ഇന്നിരുന്ന പോലെ ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. ബട്ട് ഇന്ന് കുറച്ച് ട്രേഡ്സ് എടുത്തു, ബട്ട് അത് ഫേക്ക് ബ്രേക്ക് ഔട്ട്സും ബ്രേക്ക് ഡൗൺസും ആയിരുന്നു. അതിൽ നമ്മൾ ചെറിയ ലോസസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നൊരു റെഡ് ഡേ ആയിരുന്നു, എന്നാൽ ചില ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് താൻ. വാട്ട് അബൌട്ട് ഫിൻ നിഫ്റ്റി, നാളെ 0 നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ ആപ്ലിക്കബിൾ ആകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. Right, here we go. റൈറ്റ്, സോ ഈ ഒരു സെർട്ടൻ ലെവൽ ഈ ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഈ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് കൺസിഡർ ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഈ ടാർഗറ്റ് ആയിട്ട്, സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഈ ഒരു സെർട്ടൻ ലെവലിലോട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സേ 20,400 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും
സെക്കൻഡ് ടാർഗറ്റ് 20,320 നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ് ഫിൻ നിഫ്റ്റിയിൽ. നമുക്ക് ഇതെന്തായാലും ഈ സോണിൽ ഇപ്പോൾ വാലിഡിറ്റി ഇല്ല, ഇതിനും വാലിഡിറ്റി ഇല്ല. ഇപ്പൊ ജസ്റ്റ് ലൈക്ക് ഈ ഒരു സെർട്ടൻ ലെവൽസിനുണ്ട് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ ഉള്ള ബെയറിഷ് വ്യൂ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു ബെയറിഷ് വ്യൂ ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ആംഗുലർ സപ്പോർട്ടാണ്. ഫൈൻ. സോ ഇന്ന് ഇതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നാളെ ഇങ്ങനെ ആകാൻ പ്രോബിലിറ്റി ഉണ്ട്. നാളെ ബെയറിഷ് ആണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുന്നു. ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെർട്ടൻ ഹ്യൂജ് ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്യണം. ആൻഡ് ഐ ഡോണ്ട് എക്സ്പെക്ട് അത് നടക്കുമെന്നുള്ളത്. നടക്കുവാണെങ്കിൽ നടന്നോട്ടെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ, റൈറ്റ്. നമ്മൾ അതിലും പ്രിപ്പയർ ആയിട്ട് നാളെ ലൈവിൽ ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ സീ യു ഓൾ ടുമോറോ അറ്റ് 9:15. ബൈ.